മാറ്റുന്നത് എന്ന വിമർശനം ഉന്നയിക്കുന്നു. സർക്കാരാകട്ടെ ഗവർണർ നൽകുന്ന പേരുകൾ അംഗീകരിക്കാൻ സാധിക്കില്ല, ഗവർണർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. ഈ വാദങ്ങളിൽ രണ്ടുപേരും ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കോടതിക്ക് നിലപാട് കുറച്ചുകൂടി കടുപ്പിക്കേണ്ടതായി വരുന്നത്. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന പേരുകളിൽ പോലും സമവായത്തിലേക്ക് എത്തപ്പെടാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ കോടതിയാണിപ്പോൾ നിർദ്ദേശിക്കുന്നത് സീൽ വെച്ച കവറിൽ പേരുകൾ നൽകുക. ആ പേരുകളിൽ നിന്ന് കോടതി തീരുമാനിക്കും സാങ്കേതിക സർവകലാശാലയിലെയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും വിസിമാർ ആരൊക്കെ എന്നത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനം. മിഥുനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥുൻ, ഏറ്റവും ഒടുവിൽ മറ്റു വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ജസ്റ്റിസ് ജെ ബി പർദിവാല, ജസ്റ്റിസ് പി ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്തത്. അതിലിപ്പോൾ ഈ സർക്കാരും ഒപ്പം തന്നെ ഗവർണറും മുന്നോട്ട് വെക്കുന്ന പേരുകൾ, അതിൽ ഈ നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള ചുമതല ഇപ്പോൾ ജസ്റ്റിസ് സുധാംശു ധൂലിയയ്ക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വി സി തിരഞ്ഞെടുക്കാൻ ധൂലിയെ ഈ ബെഞ്ച് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഗവർണർ നൽകുന്ന പേരും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന പേരും ഒപ്പം തന്നെ അവരുടെ അക്കാഡമിക് പശ്ചാത്തലങ്ങൾ അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് അതിനുശേഷം ആരെ ആണ് ഈ രണ്ട് സർവകലാശാലയിലും വി സി ആയി നിയമിക്കേണ്ടത്, ആ പേര് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ധൂലിയെ നിയമിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ ഈ വിഷയത്തിൽ ഇരു കൂട്ടരും സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടി സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും. അടുത്ത ബുധനാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഈ ഇരു കൂട്ടരും ഇത്തരത്തിൽ പേരുകൾ നിർദ്ദേശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പേര് മാത്രം നൽകണമെന്നുള്ളതാണ്, അതും സീല് വെച്ച കവറിൽ നൽകണമെന്നുള്ളതാണ്. അത് പിന്നീട് സുപ്രീം കോടതി ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഹർജി അടുത്ത എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബുധനാഴ്ച വീണ്ടും ഈ കേസ് വീണ്ടും പരിഗണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അന്ന് പരിഗണിക്കുമ്പോൾ ഇതിൽ അന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്ന് തന്നെ ഈ പേരുകൾ ലഭിച്ചതിന് ശേഷം അന്ന് തന്നെ ഇതിൽ ആരാണ്, അതായത് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വി സിമാരാണ് ആരാണ് എന്നുള്ളൊരു പ്രഖ്യാപനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു നിർണായക നീക്കം ഇത്തരത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ അഭിലാഷ് തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ വലിയ കടുത്ത നീക്കത്തിലേക്ക് സുപ്രീം കോടതി കടക്കുമ്പോൾ അത് ഇനി ഉള്ള ഭാവിയിൽ മറ്റെന്തൊക്കെ വലിയ പോരിലേക്ക് പോകാനുള്ള സാധ്യത, അതല്ല എങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ ഈ രണ്ടംഗ ബെഞ്ചിൻ്റെ ഈ ഒരു വിധി അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള ഒരു നീക്കത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശത്തെ മറികടക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ മറ്റൊരു അപ്പീൽ കൂടി നൽകി അടുത്ത ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് അടക്കം പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമ സാധ്യതയെക്കുറിച്ച് കൂടി സ്വാഭാവികമായും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ഗവർണർ പരിഗണിക്കാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ഈ ഗവർണർമാരുടെ നടപടിക്കെതിരെ സംസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള ഹർജികൾ ഉണ്ടായിരുന്നു. അത് പരിഗണിച്ചതിന് ശേഷം അന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നൊരു കടുത്ത തീരുമാനം വരികയും പിന്നീട് അത് ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രപതി തന്നെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അതിൽ വ്യക്തമായ നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടെന്ന് പിന്നീട് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ അല്ലെങ്കിൽ ആ രീതിയിലെ ചർച്ചകളിലേക്ക് അത്തരത്തിലുള്ളൊരു വലിയ പോരിലേക്ക് കാര്യങ്ങൾ പോകുമോ ഈ വിഷയം കൂടി എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശശികുമാർ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധിയുണ്ട്. ശ്രീ ശശികുമാർ, ഇതിപ്പോൾ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വി സിയെ സുപ്രീം കോടതി നിയമിക്കാൻ പോകുന്നത്. ഇത്രമേൽ ഈ സാഹചര്യം ഗുരുതരമാക്കിയത് ആരെ എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? വാസ്തവത്തിൽ ഗവർണറും ഈ ഗവൺമെന്റും തമ്മിലുള്ള പോര് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ദുസ്ഥിതി കേരളത്തിൽ ഉണ്ടാക്കുന്നതിനിടയാക്കിയത്. വാസ്തവത്തിൽ ഇതിനകത്ത് ഒരു ലെജിസ്ലേച്ചറിനെ ജനാധിപത്യത്തിനെ മാനിക്കാൻ ഗവൺമെന്റും ബാധ്യസ്ഥമാണ്. നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഈ സുപ്രീം കോടതി എത്തിക്കുകയും സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടതല്ല നമ്മുടെ സംസ്ഥാന ഗവൺമെന്റാണ്. ഒരിക്കലും ഗവൺമെന്റുകൾ നാളെ മാറി മാറി വരും. ഒരിക്കലും ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഭൂഷണമായ തീരുമാനമായിരുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് എടുത്തത്. അതിലൂടെ നിന്നാണ് നമ്മുടെ സുപ്രീം കോടതി കമ്മിറ്റി തീരുമാനിച്ചു. 4 അംഗ കമ്മിറ്റി. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുധാംശു ധൂലിയ എന്ന് പറയുന്ന റിട്ടയർഡ് ജസ്റ്റിസ് ആണ്. ഞാൻ ചോദിട്ടെ, റിട്ടയർഡ് ജസ്റ്റിസ് എന്ത് അക്കാഡമിക്കാണ്? അക്കാഡമിക് ആയിട്ടുള്ള ഒരാൾ സെർച്ച് കമ്മിറ്റിയിൽ ഇല്ല എന്നുള്ളതിന്റെ പേരിലായിരുന്നു KTUവിന്റെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ രാജസിയെ പിരിച്ചുവിട്ടത്. അപ്പൊ അത് തന്നെ, ആ തെറ്റ് തന്നെ
സുപ്രീം കോടതി ആവർത്തിച്ചിരിക്കുന്നു. മാത്രമല്ല ഇപ്പൊ സുപ്രീം കോടതിയിലെ സുധാംശു എന്ന് പറയുന്ന ജഡ്ജി ഒരു അക്കാഡമിക് ആയിട്ടുള്ള വൈസ് ചാൻസലർ നിയമിക്കുന്നത് അദ്ദേഹത്തിന് എന്ത് കോമ്പിറ്റൻസിയാണുള്ളത്? ഇത് ഇന്ത്യയിലെ ലോ ഓഫ് ദ ലാൻഡ് ആയിട്ട് മാറുകയാണ് സുപ്രീം കോടതിയുടെ വിധി. വളരെ അപകടകരമായ നിലയിലേക്ക് പോവുകയാണ്. യാതൊരു കാരണവശാലും ഇത് സർവകലാശാലക്ക് ഗുണം ചെയ്യില്ല. അതിന് കളമൊരുക്കിയത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വാശി പിടിക്കുന്നത്? സജി ഗോപിനാഥ് എന്ന് പറയുന്ന ആളിനെ ഡിജിറ്റൽ സർവകലാശാല വീണ്ടും VC-ആയി നിയമിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണ്, CPM-ന്റെ പിടിവാശിയാണ്. കാരണം അവിടെ നടന്നേക്കുന്ന വ്യാപകമായ തട്ടിപ്പും കൊള്ളയുമാണ്. അത് പുറത്തു വരാതിരിക്കണമെങ്കിൽ സജി ഗോപിനാഥിനെ വീണ്ടും നിയമിക്കണം. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് സുപ്രീം കോടതി നിയമിക്കും. സുപ്രീം കോടതി നിയമിക്കുക എന്ന് പറയുന്നതിനോടുകൂടി ഒരു കാരണവശാലും ചോദിക്കാൻ വയ്യ, ഇത് അക്കാദമിക് രംഗത്ത് ദൂരവ്യാപകമായ പ്രശ്നങ്ങളുണ്ടാക്കും. ഇന്ത്യയിൽ മൊത്തത്തിൽ ഏത് സർവകലാശാലയിലും, കേരളത്തിൽ തന്നെ ഇരിക്കട്ടെ 14 സർവകലാശാലയിൽ ഒരിടത്ത് പെർമനന്റ് വിസിറ്റുകൾ, ബാക്കിയിടത്തെല്ലാം ഇത് ആവർത്തിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയിലെ ഡൽഹിയിലെ ജഡ്ജി VC-യെ നിയമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ള കാര്യം ഗവർണറും അതോടൊപ്പം തന്നെ സർക്കാരും ആലോചിക്കണം. പക്ഷേ അവിടെ ശ്രീ ശശികുമാർ, ഇവിടെ ഇതാ ഈ പരാതികൾ നേരത്തെ തന്നെ ഗവർണർ ഉന്നയിച്ചു കഴിഞ്ഞതാണ്. സെർച്ച് കമ്മിറ്റിയിലെ മുൻഗണനാക്രമം മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ UGC-യുടെ അംഗത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട് അക്കാര്യങ്ങളൊക്കെ പിന്നീട് പരിഗണിക്കാം. പക്ഷേ അടിയന്തിരമായൊരു സർവകലാശാലയ്ക്ക് VC വേണമല്ലോ, അതിനാണ് തങ്ങൾ ഇടപെടുന്നത് എന്നുള്ളതാണല്ലോ സുപ്രീം കോടതിയുടെ നിലപാട്. അപ്പോൾ ഇതെല്ലായിടത്തും ആവർത്തിക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുമോ? അല്ല, അടിയന്തരമായിട്ട് VC വേണമെന്ന് വെച്ചാൽ മറ്റു 13 സർവകലാശാലയും VC മാരില്ലല്ലോ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് കേരളത്തിൽ ഒരു സർവകലാശാലയും VC ഇല്ലാത്തപ്പോൾ ടെക്നോളജിയിലും ഡിജിറ്റലിലും മാത്രം അത്യാവശ്യം എല്ലായിടവും നിയമിക്കണം. അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നതിന് പകരം വൈകുന്നത് കൊണ്ട് ഞങ്ങൾ നിയമിക്കുമെന്ന് പറയുകയല്ല വേണ്ടത്. നിർബന്ധമായിട്ട് നിയമിക്കാനായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുക. നിയമന തർക്കം നിലനിൽക്കുകയല്ലേ? താങ്കൾ ഈ പറയുന്നിടത്ത് തർക്കം നിലനിൽക്കുകയല്ലേ? തർക്കം പരിഹരിക്കാൻ ഗവർണർ ബാധ്യസ്ഥമാണ്. അങ്ങനെ ഒരു പരാതി അത് പരിഹരിക്കപ്പെടുന്നില്ല. അതിന് ആവശ്യത്തിലധികം സമയം നൽകുന്നു. കോടതി തന്നെ ഇടപെട്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നു. എന്നിട്ടും തർക്കം പരിഹരിക്കുന്നില്ല എങ്കിൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ വേണമല്ലോ. അല്ല, അതിനകത്ത് ഇപ്പൊ ഗവർണർ തീരുമാനം വളരെ സ്വാഗതാർഹമല്ലേ? കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കമ്മിറ്റി നിയമിച്ചു. പോട്ടെ, അക്കാഡമിക്ഷൻ അല്ലാത്ത ചെയർമാന്റെ അധ്യക്ഷതയിൽ 4 പേരുടെ പേര് വീതം 2 യൂണിവേഴ്സിറ്റിക്ക് ഡിജിറ്റലിനും സ്റ്റേറ്റിനും കൊടുത്തു. ഇതിൽ 2 പേർ കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഗവർണറുടെ തീരുമാനം വളരെ കറക്റ്റ് അല്ലേ? 2ലും മെരിറ്റിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ 2ലും മെരിറ്റിൽ വന്നവരെ എടുക്കാൻ നോക്കില്ല. സജി ഗോപിനാഥിനെ എടുക്കണമെന്നുള്ള ഗവൺമെന്റിന്റെ പിടിവാശിയിലെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ ഈ സുപ്രീം കോടതി എന്ത് വേണം? 2 പാനലിലുള്ള ആരാണ് ഈ സിസാ ചന്ദ്രൻ എന്ന് പറയുന്നത്? അതിലെ സിസാ തോമസ് ഇപ്പൊ ഡിജിറ്റൽ അവർ 2 പേരും വന്നിട്ടുണ്ട്. അവർ 2 പേരും മെരിറ്റിലുള്ളത് കൊണ്ടാണ് 2 പേരും 2 പാനലും. അതല്ലേ ഏറ്റവും മെരിറ്റ്? ആ മെരിറ്റ് കൺസിഡർ ചെയ്യേ വേണ്ടത്. വളരെ പ്രഗത്ഭരായ IIT-യിലെ പ്രൊഫസർമാരുടെ പാനലില് അത് സുധാംശു ഏകപക്ഷീയമായി തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അക്കാദമിക് കമ്മ്യൂണിറ്റിക്ക് ഗുണം ചെയ്യില്ല. ഇത് അപകടകരമായ നിലയിലേക്ക് പോവുകയാണ്. ഇതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും തർക്കം വന്നു ഞങ്ങൾ നിയമിക്കുമെന്ന് പറയുന്നതിനോടുകൂടി അക്കാദമിക് രംഗത്ത് നിൽക്കുന്നവർ എത്ര കണ്ട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ കോടതിയുടെ ഭാഗത്ത് നിന്നൊരു തീരുമാനമുണ്ടായാൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ട് വീണ്ടും നിയമ നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമല്ലേ? തീർച്ചയായിട്ടും ഇതിന് ഗവർണർ എത്രത്തോളം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഗവർണർ ഈ കാര്യം ഇപ്പോൾ ഏകപക്ഷീയമായി നമ്മുടെ സുപ്രീം കോടതി എടുത്തേക്കുന്ന തീരുമാനം ഇത് UGC റെഗുലേഷന് വിരുദ്ധമാണ്, യൂണിവേഴ്സിറ്റി ആക്ടിന് വിരുദ്ധമാണ്, ചാൻസലറുടെ അധികാരത്തിലുള്ള കോടതിയുടെ കടന്നുകയറ്റമാണ്. ഈ കാര്യങ്ങൾ രാഷ്ട്രപതിയിലേക്ക് റെഫർ ചെയ്യാൻ ഗവർണർ തയ്യാറാവുകയാണ് വേണ്ടത്. ഇത്ര കണ്ട് തയ്യാറാവുമെന്ന് അറിയില്ല. കാരണം ഇത് വേറൊന്നുകൊണ്ടല്ല, മുമ്പുണ്ടായിരുന്ന വിധികൾക്ക് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വിധിയാണ് പറയുന്നത്. മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്ന ഗവർണർ നിയമിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റ് ഇടപെട്ടു എന്നുള്ളതിന്റെ പേരിലല്ലേ കണ്ണൂർ സർവകലാശാലയിലെ ഗോവിന്ദ രവീന്ദ്രനെ പുറത്താക്കിയത്? അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബിന്ദു ഒരു കത്ത് കൊടുത്തു രവീന്ദ്രന് പുനർനിയമനം. ആ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ നിയമിച്ച് 3-അംഗ ബെഞ്ച്, സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ചാണ് ഗോവിന്ദ രവീന്ദ്രനെ പുറത്താക്കിയത്. ആ തെറ്റിവിടെ വീണ്ടും ആവർത്തിക്കുകയല്ലേ? മുഖ്യമന്ത്രി പേര് നിർദ്ദേശിക്കണമെന്ന് പറയാനായിട്ട് സുപ്രീം കോടതിക്ക് എന്ത് അധികാരമാണുള്ളത്? അത് കോൺട്രഡിക്ടറി അല്ലേ? അപ്പൊ ആ കാര്യങ്ങൾ പരിശോധിക്കാതെ ഏകപക്ഷീയമായി സുപ്രീം കോടതി ഇങ്ങനെയുള്ള തീരുമാനമെടുത്താൽ അത് പ്രസിഡന്റിന്റെ ശ്രദ്ധയപ്പെടുത്താൻ ഗവർണർ ബാധ്യസ്ഥനാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീ ശശികുമാർ പ്രതികരിച്ചതിന്. എന്തായാലും
സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും നിലപാടും ഉണ്ടാകുമ്പോഴും അതും വലിയ തർക്കങ്ങൾക്ക് തന്നെ വഴിവെക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. നേരത്തെ മിഥുൻ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കാരണം സർവകലാശാലകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ ആണ്. അതോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയം ഉണ്ടാകണം, മറ്റ് നിയന്ത്രണത്തിനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടാകണം, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാകണം. ഇതെല്ലാം അറിയുക ഒരു അക്കാഡമിക് തലത്തിലുള്ള കമ്മിറ്റിക്കായിരിക്കും. അതിന് പകരം കോടതി അവിടെ ഒരു നിയമനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് അക്കാഡമിക് തലത്തിൽ ചിന്തിക്കുന്നവർക്ക് യോജിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന വിമർശനമാണ് ഉയരുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അടക്കം ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾക്കുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് അറിയണം. മന്ത്രി ആർ ബിന്ദു അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുമെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അവർ ഏതെങ്കിലും തരത്തിൽ ഈ ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി നീക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ നിയമപരമായി ഇതിനെ നേരിടുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു നടപടികളിലേക്കായിരിക്കാം സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ കടക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരിക്കലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയം തന്നെയാണ്. ഇങ്ങനെ ഒരു നിയമനം ഈ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിസ് സുധാംശു ധൂലിയെ കൊണ്ട് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇക്കാര്യത്തിൽ ഗവർണറുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ലോക്ഭവനിൽ നിന്നൊരു അറിയിപ്പ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അവിടെ നിന്നും ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ലോക്ഭവൻ ഒരു പ്രതികരണങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രസ്താവനയായിട്ടായിരിക്കാം ഇത്തരത്തിൽ ലോക്ഭവനിൽ നിന്ന് കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ അത് അല്പസമയത്തിനകം തന്നെ ലഭ്യമാവുമെന്ന് കരുതുകയും ചെയ്തു. അങ്ങനെ ഇരു കൂട്ടരുടെയും നീക്കം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം, ഒരു അസാധാരണമായിട്ടുള്ളൊരു നീക്കം നടത്തിയ സാഹചര്യത്തിൽ ഇരു കൂട്ടരും ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നിയമപരമായി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി നടപടി അത് എങ്ങനെയായാലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കൂ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ മറ്റൊന്ന്, ഇങ്ങനെ ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന സാഹചര്യത്തിൽ അടുത്ത ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പേര് വിവരങ്ങൾ നൽകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു അന്ത്യശാസനം എന്ന രീതിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു ഇടക്കാല വിധി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ തരത്തിലുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ എങ്കിൽ ഏതൊക്കെ പേരുകളായിരിക്കാം സംസ്ഥാന സർക്കാർ നൽകാൻ പോകുന്നത്, ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ പേരൊക്കെയാണ് നൽകാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അടുത്ത വ്യാഴാഴ്ചയാണ് ഈ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുക. അന്ന് തന്നെ ഈ നിയമനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സുപ്രീം കോടതി തന്നെ ആരാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയിട്ട് നിയമിക്കുക എന്നും ഒപ്പം തന്നെ KTUവിൻ്റെ സർവകലാശാല VC ആരാണ് എന്നുള്ള കാര്യവും സുപ്രീം കോടതി തന്നെ അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിനു മുമ്പ് തന്നെ ഈ പേര് വിവരങ്ങൾ സീൽ വെച്ച കവറിൽ നൽകണമെന്നുള്ളതാണ്. അത് സുധാംശു ധൂലിയെ പരിശോധിച്ചതിന് ശേഷം ആരെയാണോ നിയമിക്കേണ്ടത് അവരുടെ പേര് വിവരങ്ങൾ അത് മറ്റൊരു സീൽ വെച്ച കവറിൽ സുപ്രീം കോടതിയുടെ ഈ 2 അംഗ ബെഞ്ചിന് കൈമാറുകയും ചെയ്യും. ആ 2 അംഗ ബെഞ്ച് അന്ന് വ്യാഴാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്ന് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഈ നിയമനം അന്ന് തന്നെ നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അഭിലാഷ്.